ഹരിയോ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരും ഹൈന്ദവ സംസ്കൃതി, പ്രത്യേകിച്ച് സനാതന ധർമ്മത്തെ വളരെ പരിഹാസ്യമാകുന്ന വിധത്തിൽ ആക്ഷേപ രൂപത്തിലൊക്കെ നിന്ദിച്ച് സംസാരിക്കുന്നത്. എന്താണ് ഇവർക്ക് ഇത്ര ഈ സനാതന ധർമ്മത്തോട് അലർജി? എന്താണ് ഇവരെ ഇത്രമാത്രം ഈ സനാതന ധർമ്മം വെറുക്കാൻ പ്രേരിപ്പിക്കുന്നത്? അതിന് കാരണം ഹൈന്ദവര് തന്നെയാണ്. സനാതന ധർമ്മത്തെ ശരിക്കും നാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരിക്കലും പരിഹസിക്കാൻ തോന്നുകയില്ല. അതുതന്നെ ചില രാഷ്ട്രീയക്കാർ പരിഹസിക്കുന്നതിന്റെ പിന്നിലുള്ള അവരുടെ ആ ഒരു കെമിസ്ട്രി നമുക്ക് മനസ്സിലാകുമായിരുന്നു. സനാതന ധർമ്മം ഭാരതത്തിന്റെ 5000 വർഷത്തിലധികം പഴക്കമുള്ള ധർമ്മം, സംസ്കൃതി നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു പാരസ്പര്യത്തിന്റെ സംസ്കൃതി നമുക്ക് കാണാം. അതായത് വളരെ സഹവർത്തിത്വത്തോടെ ഇവിടെ എല്ലാവരും ജീവിച്ചിരുന്ന സംസ്കാരം. നിങ്ങൾ നോക്കൂ, രാമായണത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശ്രീരാമസ്വാമിയുടെ കാലത്ത് ആദിവാസി സമൂഹം, ഗുഹൻ, അതുപോലെ തന്നെ ശബരീദേവി, അതുപോലെ തന്നെ അസുരവംശക്കാര്, രാക്ഷസവംശക്കാര്, വാനരവംശം, അങ്ങനെ അനവധി വംശങ്ങൾ ആ കാലത്ത് ഒരു സഹവർത്തിത്വത്തോടെ പാരസ്പര്യത്തോടെ ഇവിടെ ജീവിച്ചിരുന്നു. അത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അനാവശ്യമായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെട്ടപ്പോഴാണ് ശ്രീരാമസ്വാമിക്ക് അവരെയൊക്കെ നിർത്തേണ്ടി വന്നത്. അതുപോലെ ഏത് കാലത്തും നമുക്ക് കാണാം ഇവിടെ പലരും ഒന്നിച്ച് സഹവർത്തിത്തോടെ ജീവിച്ച സംസ്കാരം. എന്നാൽ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാൻ സാധ്യമല്ല. കാരണം അവരുടെ ഏകാധിപത്യ പ്രവണതയും അവരല്ലാത്ത മറ്റൊന്നിനെ ഉൾക്കൊള്ളാനുള്ള അവരുടെ മനസ്സിന്റെ സങ്കുചിത്വമൊക്കെയാണ് പലപ്പോഴും അവരെ ഇത്തരം സംസ്കാരങ്ങളെ എതിർക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾ ചൈനയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുസ്ലിം സമുദായത്തോടൊക്കെ കാണിക്കുന്ന അവിടുത്തെ പ്രവൃത്തികളൊക്കെ നിങ്ങൾക്ക് കാണാലോ. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ സമൂഹത്തോട് കാണിച്ചിരുന്ന പ്രവൃത്തികളൊക്കെ ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. എന്നാൽ ഭാരതത്തിൽ ഒരു സഹവർത്തിത്വം, നമ്മുടെ മന്ത്രങ്ങൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സഹനാഭവതു സഹലോപുനക്തോ സഹവീര്യം കരവാവഹേ തേജസ്സിനാവതീതമസ്തോ മാ വിദ്യുഷാവഹേ. ആരെയും വെറുക്കാനല്ല പഠിപ്പിക്കുന്നത്, എല്ലാവരോടും ഉൾക്കൊണ്ട് ഒരു സമഭാവനയോടെ സഹരിച്ച് ജീവിക്കാനുള്ള ഒരു വിശാല മനസ്കത. അതാണ് സനാതന ധർമ്മത്തിന്റെ ഒരു പില്ലർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് നമുക്ക് പൂർവികരായിട്ട് നമുക്ക് തന്നിരിക്കുന്ന മറ്റൊന്നാണ് ബഹുസ്വരത. അതായത് ആർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടായിരുന്നു. ശ്രീരാമസ്വാമിയുടെ കാലത്ത് ശ്രീരാമസ്വാമിയെ എതിർത്ത ആളുകളെ നമുക്ക് കാണാം. ശ്രീരാമസ്വാമിയെ അദ്ദേഹത്തിന്റെ മന്ത്രിമാരിൽ ചാപാലി എന്ന് പറയുന്ന ഒരു മന്ത്രി എതിർക്കുന്നതൊക്കെ നിങ്ങൾ വാത്മീകി രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം രത്നാകരന്റെ കാര്യം, രത്നാകരനോട് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞൊരു എതിർത്ത് സംസാരിക്കലാണ്. പക്ഷെ അതിലൊന്നും അവർക്ക് വിരോധമില്ല. കാരണം വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു സംസ്കാരം, അതാണ് ഹൈന്ദവ സംസ്കൃതിയുടെ മറ്റൊരു പില്ലർ, അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ രണ്ടാമത്തെ പില്ലർ. ഷുണ്ണുന്ത് വിശ്വ, ഏത് ഭാഗത്തുനിന്നും എല്ലാം കേൾക്കണം എന്ന വിശാലത. പണ്ട് ഭാരതത്തില് ചാർവാകന്മാരൊരു വിഭാഗം ഉണ്ടായിരുന്നു. അവര് പലപ്പോഴും പല ആചാരങ്ങളെ എതിർത്തവരായിരുന്നു. ശ്രീബുദ്ധൻ ക്ഷേത്ര ആചാരങ്ങളെ എതിർത്തവരായിരുന്നു. പക്ഷെ ഇവരെയൊക്കെ ഉൾക്കൊള്ളാൻ, അംഗീകരിക്കാൻ, ബഹുമാനിക്കാൻ സാധിക്കുന്ന, അവരുടെ വാക്കുകളെ മാനിക്കാൻ സാധിക്കുന്ന ഒരു വിശാലത, അതാണ് ഹൈന്ദവ സമൂഹത്തിനുള്ളത്. അത് ഇതര മതങ്ങളിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അവർ സനാതന ധർമ്മത്തെ എതിർക്കുന്നത്. എനിക്കറിയാം, ഇസ്ലാം സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സുന്നികളുടെ ഒരു അഭിപ്രായവും മുജാഹിദുകളുടെ അഭിപ്രായം അല്ലെങ്കിൽ ഷികളുടെ അഭിപ്രായം തമ്മിൽ ചേരാത്തതുകൊണ്ടാണല്ലോ അവർ പരസ്പരം തല്ലിക്കൊല്ലുന്നത്. നമുക്ക് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് നോക്കിയാലും കാണാൻ സാധിക്കും. അവിടെയും എതിർക്കുന്നവരെ 51 വെട്ടും 41 വെട്ടൊക്കെ വെട്ടിയിട്ട് നശിപ്പിക്കുക. അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ബഹുസ്വരത എന്നത് അവരിൽ ഇല്ല. വിമർശനം അനുവദനീയത. എന്നാൽ സനാതന ധർമ്മത്തിൽ വിമർശനം അനുവദനീയമാണ്. ഗീതയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവസാനം കൃഷ്ണൻ പറയുന്നത് വിമർശയേത ശേഷേണ യഥേച്ഛസി തഥാ കുരു എന്നാണ്. ഇത്രയൊരു മഹത്തായ ധർമ്മം ലോകത്തിലിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ സംസ്കാരം നിലനിന്നതും ഇവരുടെയൊക്കെ രാഷ്ട്രീയ സംസ്കാരം നിലനിൽക്കാത്തത്. ആ സങ്കുചിത്വം അവരെ ഇല്ലാതാക്കുന്നു. ഇനി മൂന്നാമത്തതാണ് ഭാരതത്തിന്റെ സനാതന ധർമ്മത്തിന്റെ പില്ലറെന്ന് ആത്മീയത. മനുഷ്യന് പൂർണ്ണതയിലേക്ക് ഉയർത്താനുള്ള അറിവും കഴിവും അവബോധവുമുള്ളൊരു സംസ്കാരം. നമ്മുടെ ഋഷിവര്യന്മാരൊക്കെ പൂർണ്ണത കൈവരിച്ചവരായിരുന്നു.
അതുകൊണ്ടാണല്ലോ അവര് ഈ മന്ത്രം എഴുതി വെച്ചത്, പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാകായ പൂർണ്ണമേവ അവശിഷ്യതേ. അതായത് ദുഃഖത്തിൽ നിന്നും പൂർണ്ണമായ മുക്തി, അതുപോലെ സുഖത്തിന്റെ പൂർണ്ണത, ഒരു ആനന്ദത്തിലേക്ക് മനുഷ്യനെ ഉയർത്തുക. അങ്ങനെ മനുഷ്യനെ സകലവിധ ദൗർബല്യങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ആ മനസ്സിനെ പൂർണ്ണമായ ശാന്തിയിലും തൃപ്തിയിലും സമാധാനത്തിലും സന്തോഷത്തിലും സംതൃപ്തിയിലും ഉയർത്തിക്കൊണ്ട് പൂർണ്ണത വരുത്തുന്ന ഒരു സംസ്കാരം. ഇതാണ് സനാതനധർമ്മം. ഇത് നിലനിൽക്കണോ വേണ്ടോ എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. എതിർക്കുന്നവര് സങ്കുചിതരാണ്, അതിൽ ബഹുസ്വരതയില്ല, സഹവർത്തിത്വമില്ല, അവർക്ക് ജീവിതത്തിന്റെ പൂർണ്ണതയെക്കുറിച്ചൊരു കാഴ്ചപ്പാടില്ല. അതുകൊണ്ടാണ് അവരെ എതിർത്തുകൊണ്ടേയിരിക്കുന്നത്. ഇത് നാം തിരിച്ചറിയുക. അവർക്ക് സദ്ബുദ്ധി ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹരിയോ പ്രണാമം.